നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി വീണത് രാജ്യസഭാ സീറ്റ് ഓഫറിലോ? കോൺഗ്രസ് നേതൃത്വം VS ജോയിയെ കണ്ട് പിന്മാറാമെങ്കിൽ രാജ്യസഭാ സീറ്റ് 2027 നൽകാമെന്ന ഉറപ്പ് കൊടുത്തതായി പാർട്ടി വൃത്തങ്ങൾ തന്നെ സൂചന നൽകുന്നു. ഇതേ തുടർന്നാണ് മത്സരിക്കാൻ ആഗ്രഹിച്ച VS ജോയി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വഴിമാറിയതെന്നാണ് ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ജയിക്കാൻ കഴിഞ്ഞ ഒരു നിയമസഭാ സീറ്റോ അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് VS ജോയിക്ക് നൽകാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തോട് പറഞ്ഞതത്രേ. ജയിക്കാൻ കഴിയുന്ന നിയമസഭാ സീറ്റ് 2026 കിട്ടുക അത്ര എളുപ്പമല്ല. കാരണം ജോസ് കെ മാണി UDF-ലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പുള്ള തിരുവമ്പാടി സീറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ നൽകാമെന്ന് മുസ്ലിം ലീഗ് ഉറപ്പ് പറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി വരികയാണെങ്കിൽ തിരുവമ്പാടി സീറ്റ് VS ജോയിക്ക് കിട്ടില്ല. പിന്നെ മലപ്പുറം ജില്ലയിൽ ജോയിക്ക് മത്സരിക്കാൻ പറ്റിയ സീറ്റുകളുമില്ല. ഈ ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോഴാണ് 2026 അവസാനമോ 2027 ആദ്യമോ ഒഴിവ് വരുന്ന ആദ്യ രാജ്യസഭാ സീറ്റ് തന്നെ VS ജോയിക്ക് നൽകാമെന്ന ഉറപ്പ് കോൺഗ്രസ് നേതൃത്വം നൽകിയതത്രേ. ഇതേ തുടർന്നാണ് അദ്ദേഹം ഒന്ന് അയഞ്ഞതും ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചതും. VS ജോയിയെ മെരുക്കിയെടുക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് അത്രേ ആദ്യമൊക്കെ കോൺഗ്രസ് നേതൃത്വം കരുതിയത്. കാരണം ആര്യാടൻ ഷൗക്കത്തിന് പകരം VS ജോയിയുടെ പേരാണ് അവസാനം വരെ അവിടെ ഉയർന്നു കേട്ടത്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണമെന്നായിരുന്നു കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കളുടെയും അണികളുടെയും ആഗ്രഹം. എന്നാൽ സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാവുകയും സാമുദായിക സമവാക്യങ്ങളിൽ മാറ്റം വരികയും ചെയ്തപ്പോൾ VS ജോയിയെ നിലമ്പൂരിൽ നിർത്തേണ്ട ആവശ്യകത കോൺഗ്രസിനും UDF നേതൃത്വത്തിനും ഇല്ലാതായി. എന്നാൽ മികച്ച DCC പ്രസിഡന്റായി പേരെടുത്ത ജോയിയെ എങ്ങനെ ഒഴിവാക്കുമെന്നുള്ള ചിന്താക്കുഴപ്പത്തിലുമായി അവർ. അപ്പോഴാണ് രാജ്യസഭാ സീറ്റ് എന്ന ആശയം പൊങ്ങി വന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ രാജ്യസഭാ സീറ്റുകൾ 3 ഒഴിവരും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൽ ഒരു സീറ്റ് കോൺഗ്രസിന് VS ജോയിക്ക് നൽകുമെന്നും മറ്റൊരു സീറ്റ് കോൺഗ്രസിലെ ഒരു പ്രമുഖ നേതാവിന് നൽകാമെന്നും അതിനുശേഷമുള്ള സീറ്റ് ലീഗിന് നൽകാമെന്നുമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കരാറത്രേ. എന്ന് വെച്ചാൽ 2 സീറ്റ് UDF-ന് ലഭിക്കും. ഇതെല്ലാം UDF വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കേവലം ഒരു സീറ്റ് മാത്രമേ UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഏതായാലും 2026 UDF ഭരണത്തിലെത്തുകയാണെങ്കിൽ 3 രാജ്യസഭാ സീറ്റുകൾ ഒഴിവരുമെന്നും അതിൽ 1 ജോയിക്കും മറ്റൊന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്ന നേതാവിനും മറ്റൊന്ന് മുസ്ലിം ലീഗിനും കൊടുക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഉണ്ടാക്കിയിരിക്കുന്ന അലംഘിത ധാരണ. അതുകൊണ്ട് തന്നെ ജോയിക്ക് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ ചാടി പിടിക്കുകയും സമ്മതിക്കുകയും ചെയ്തു. ഇതോടെ ജോയി കോൺഗ്രസ് നേതൃത്വത്തിനും ഹൈക്കമാൻഡിനും പ്രിയപ്പെട്ടവനായി. ഒരു ചെറുവില പോലും അനക്കാതെ, ചെറിയ പ്രതിരോധം പോലും ഇല്ലാതെ AICC നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ താൻ അംഗീകരിച്ചു എന്ന് പറയുകയും താൻ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ജോയി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും കോൺഗ്രസ് അണികളുടെയും കണ്ണിലുണ്ണിയായി മാറി. ഏതായാലും രാജ്യസഭാ സീറ്റ് അദ്ദേഹത്തിന് നൽകാമെന്ന ഓഫർ നിലനിൽക്കുന്നുണ്ടെന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുമാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ജയിക്കാൻ പറ്റുന്ന നിയമസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ VS ജോയി രാജ്യസഭയിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കാർക്കും ഇപ്പോൾ തർക്കമൊന്നുമില്ല. കാരണം ജോയി ചെയ്തത് അത്ര വലിയ ത്യാഗമാണെന്നും ഒരു ചെറിയ പ്ലാവില അനങ്ങുന്ന പ്രതിരോധം പോലും ഇല്ലാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ കണ്ടെത്തിയ സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി അഹാരോത്രം പ്രവർത്തിക്കുമെന്ന് പരസ്യമായി പറയുകയും ചെയ്ത ജോയിക്ക് ഒരു കുതിരപ്പവൻ ഇരിക്കട്ടെ എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. ഏതായാലും ജയിക്കാൻ തക്ക ഒരു നിയമസഭാ സീറ്റ് ജോയിക്ക് ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം രാജ്യസഭയിലെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അത് 2026 UDF അധികാരത്തിലെത്തുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും.